കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വൈകിട്ട് 3:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾക്കും സാധ്യതയുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും തീരദേശ ജില്ലകൾ നമുക്കറിയാം, കൊച്ചിയിൽ, തിരുവനന്തപുരത്ത്, ഒപ്പം കോഴിക്കോട് ഒക്കെ ഈ പ്രശ്നങ്ങൾ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ പ്രതിനിധികൾ നൽകും. ശരണ്യ സ്നേഹജനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ഡാനിയിലേക്ക് പോകണം. ഡാനി, കൊച്ചിയിൽ നിരവധി സ്ഥലങ്ങളിൽ, ചെല്ലാനമടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതിഭാസമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുരിതം നമ്മൾ നേരിട്ട് കണ്ടതും റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇന്നും സമാനമായി തന്നെ തുടരുന്നുണ്ടോ? ഇപ്പോഴും തീരദേശവാസികൾ ഇതിന്റെ ആശങ്കയിലും പ്രശ്നങ്ങളിലുമാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഓറഞ്ച് അലർട്ട് അത് തീരദേശ മേഖലകളിലെല്ലാം തന്നെ ലഭ്യമാക്കിയിരുന്നു. ഇതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിരുന്നു. കൊച്ചിയുടെ തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണ ഭീഷണി ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടിയും തിരമാലകളുടെ ഒരു തീരത്തേക്കുള്ള ഒരു കടന്നുവരവ് അത് കുറച്ച് വലിയ രീതിയിലൊരു രൂക്ഷമായിട്ടില്ല. എങ്കിലും പതിവിലും കൂടുതലുള്ളൊരു തിരയിളക്കം ഉണ്ടായെന്ന രീതിയിൽ തന്നെ പരിസരവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു ആപൽക്കരമായ രീതിയിലേക്ക് ഇതുവരെയും മാറിയിട്ടില്ല എന്നതാണ്. നമ്മൾ ഇന്നലെ ഫോർട്ട് കൊച്ചിയിലടക്കം പോയിട്ട്, കാരണം ഈ കടൽ ഭിത്തി ഇല്ലാത്ത ഒരു വലിയ വിസ്തൃതമായ ഒരു മേഖല എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി പോലുള്ള വൈപ്പിൻ പോലുള്ള മേഖലകളാണ്. ഇവിടങ്ങളിൽ സാധാരണ ലോ ടൈഡിൽ പോലും ഒരു തിര വരുന്നൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വൈകിട്ടും അതേ രീതിയിൽ തന്നെ തുടർന്നു. അതിലും രൂക്ഷമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അത് വളരെ ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. ചെല്ലാനത്തേക്ക് വരികയാണെങ്കിൽ കടൽഭിത്തി നിർമ്മാണം അത് വലിയ രീതിയിൽ ആളുകളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ. കാരണം ഏറ്റവും പെട്ടെന്ന് കടലാക്രമണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ രൂക്ഷതയും വന്യതയും എല്ലാം അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ചെല്ലാനം പോലുള്ള മേഖലകളാണ്. പക്ഷേ ഭാഗ്യവശാൽ ഈ കടൽഭിത്തി നിർമ്മാണം എല്ലാം തന്നെ പൂർത്തിയായതുകൊണ്ട് അവർക്ക് വലിയൊരു ആശ്വാസം അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. വൈപ്പിൻ മേഖലകളിൽ പ്രത്യേകിച്ച് ഹാർബറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മീൻപിടുത്തക്കാർക്കടക്കം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ അലർട്ട് നിലവിലുള്ളതുകൊണ്ട് അവരോട് ഈ സുരക്ഷിതമായിരിക്കാനും മുൻകരുതലുകൾ പാലിക്കാനും അടക്കമുള്ള ഒരു നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. മുനമ്പം തുടങ്ങിയ ഹാർബറുകൾ, കാളമുക്ക് പോലുള്ള ഹാർബറുകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ അത്തരം മുന്നറിയിപ്പുകൾ നടപ്പിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി ഇപ്പോഴുള്ള ഒരു സംവിധാനങ്ങൾ അത് ഏത് രീതിയിൽ കാര്യക്ഷമമായിട്ട് തന്നെ ഇവർ എല്ലാം അനുവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ളൊരു പരിശോധനകൾ നടത്തുന്നുണ്ട്. ബീച്ചുകളിലെല്ലാം ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് എത്തിയിരുന്നു. അവിടെ കർശനമായ രീതിയിൽ തന്നെ ഇവിടെ ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ, തദ്ദേശീയവും വിദേശീയരുമായ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും തന്നെ നിരോധിച്ചിരുന്നു. വൈകിട്ടോടുകൂടി ബീച്ചിലേക്കുള്ളൊരു പ്രവേശനവും നിയന്ത്രിച്ചിരുന്നു. കാരണം ഈ ഒരു വേലി ഇറക്ക സമയത്ത് പോലും കടൽ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മുൻകരുതൽ എന്ന രീതിയിൽ വേലിയേറ്റ സമയത്ത് വൈകുന്നേരത്തോടെ പൂർണ്ണമായും തന്നെ ഇവിടങ്ങളിലെല്ലാം ആളുകളുടെ പ്രവേശനം നിഷേധിക്കുന്ന രീതിയിലേക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മറ്റ് വൈപ്പിൻ മേഖലകളിലെ മറ്റു ബീച്ചുകളിലും സമാനമായ രീതിയിൽ തന്നെ ലൈഫ് ഗാർഡുകളടക്കം സജ്ജമായിരുന്നു. അവർക്കെല്ലാം തന്നെ ഇത്തരമൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ വകുപ്പുകൾ അടക്കം ഏകോപനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു കരുതൽ സ്വഭാവത്തിലേക്ക് പോയിരുന്നു. ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് വേണ്ടി വന്നാൽ ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് എവിടെ നിന്നെല്ലാം എന്ന് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിരുന്നു. എവിടേക്ക് ആളുകളെ മാറ്റും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിരുന്നു. അഗ്നിശമന സേനയോടും പോലീസിനോടും എല്ലാം തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിരുന്നാലും മുൻകരുതലുകൾ വളരെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയത്. പക്ഷേ ഇതുവരെയും കൊച്ചിയിൽ നിന്ന് ഈ ദിവസങ്ങളിലൊന്നും തന്നെ വലിയ രീതിയിലേക്ക് ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഈ തീരദേശവാസികൾ, നമുക്കറിയാം, ഈ കള്ളക്കടൽ പ്രതിഭാസം നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയൊക്കെ മുന്നറിയിപ്പ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു, വെള്ളം കയറിയ പല വീടുകളുണ്ട്, ദുരിതം അനുഭവിച്ചവരുണ്ട്, സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക, ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഇതിന് മുൻപ് തന്നെ ഇവരെയൊക്കെ ഒഴിപ്പിക്കുക. അത്തരം കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ ജില്ലാ ഭരണകൂടമടക്കം മുന്നോട്ട് നീക്കണമല്ലോ. അതിനുള്ള എന്തെങ്കിലും കൂടിയാലോചനകളോ മറ്റോ നടക്കുന്നുണ്ടോ ഡാനി?
ആലോചനാ യോഗങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഏകോപന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ ആലോചനാ യോഗങ്ങൾ നടക്കുന്നുണ്ട്. അവർ ഓരോ സാഹചര്യവും തന്നെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർമാർക്ക് അടക്കം ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ തീരമേഖലകളടക്കം വൈപ്പിൻ തീരമേഖലകളിൽ പറവൂരിലേക്ക് വരുമ്പോഴും ഇവിടങ്ങളിലെല്ലാം തന്നെ അത്തരമൊരു നിരീക്ഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ തുടരുന്നുണ്ട്. പോലീസ് പെട്രോളിംഗ് അടക്കം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരു വിഷയം മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയമാണ്. കാരണം ഈ കള്ളക്കടൽ പ്രതിഭാസം, അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഉണ്ടായ ഈ വറുതി, ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ ഒരു ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അവരുടെ ഒരു അവരുടെ ഒരു ജോലി, ഉപജീവന മാർഗം എന്നതടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് അടിയന്തരമായൊരു സഹായം ലഭ്യമാക്കണമെന്നൊരു ആവശ്യം അവരിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം അവർക്ക് മറ്റ് ജീവനോപാധികളില്ല, മറ്റു മാർഗങ്ങളില്ല, കടലിൽ പോകേണ്ടി വരുന്നപ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾ മൂലം അവരുടെ തൊഴിലെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു. കാരണം ഇത് അനുസരിച്ച് തീരൂ. കാരണം ഇത് മുന്നറിയിപ്പാണ്. ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്വാഭാവികമായും കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവർ നേരിടുന്നത് അവരുടെ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ ദിവസങ്ങളിലായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് അടിയന്തരമായി അവർക്ക് സഹായം ലഭ്യമാക്കണമെന്നൊരാവശ്യം പല തലങ്ങളിലും തന്നെ ഉയരുന്നുണ്ട്. കാര്യമായ രീതിയിൽ അതിന് പ്രതികരണം ലഭിക്കുന്നില്ല എന്നൊരു പരാതിയും അവർക്കിടയിൽ നിന്ന് ശക്തമാണ്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമ്മുടെ തീരദേശം ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസത്തിന്റെ ഒരു ദുരിതത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് താനും. ശരണ്യ സ്നേഹജൻ കൂടി വിവരങ്ങൾ പങ്കുവെക്കാനായി ഉണ്ട്. ശരണ്യ, ഇന്നലെ ദുരിതം നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ആലപ്പുഴയിൽ ഇതിന്റെ പ്രഭാവം വളരെ വലുതാണ് താനും. ആലപ്പുഴയിലെ വിവിധ മേഖലകളിൽ, ഇപ്പോൾ ആലപ്പുഴ തീരദേശ മേഖലയിലാണ് ശരണ്യ ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. എന്താണ് ആ പ്രദേശവാസികളുടെ പ്രതികരണം? ദുരിതത്തിന്റെ ഭീതിയിലും ഒക്കെയാണ് അവരല്ലേ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിൽക്കുന്ന ഒരു കള്ളക്കടൽ പ്രതിഭാസം, അത് ആദ്യഘട്ടത്തിൽ ആലപ്പുഴയുടെ തീരങ്ങളിൽ ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി ഇത്തവണത്തെ അലർട്ടുകൾ ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജില്ലാ ഭരണകൂടം അടക്കം അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് ഭാഗത്ത് റോഡ് ഇവിടെ നമ്മൾ പുന്നപ്ര പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്. അവിടെ റോഡ് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഭാഗത്തേക്ക് നീണ്ട റോഡാണ് ഇപ്പോൾ ഈ മണ്ണെടുത്ത് പോയിരിക്കുന്നതായിട്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്തരത്തിൽ ഉള്ള ചില പ്രശ്നങ്ങൾ ചിലയിടത്തുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഭാഗത്തൊക്കെയുള്ള റോഡിലേക്ക് മണ്ണ് കയറുന്നു എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായിട്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കടൽഭിത്തി നിർമ്മാണം എന്നുള്ളത് വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അത്തരത്തിൽ മുന്നോട്ട് കൃത്യമായ നിർമ്മാണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നും അത്തരമൊരു പ്രതിഷേധമുണ്ട്. കാരണം അവിടെ മണ്ണെടുക്കാൻ വന്ന JCBയെ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസം ഇലക്ഷന് തൊട്ട് മുമ്പും അവിടെ വലിയ പ്രശ്നമുണ്ടായിട്ട് ഇപ്പോൾ ചർച്ച വെച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. തീരത്തെ വറുതിയുടെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോൾ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം. അലർട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയൊക്കെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തിരമാലകൾ കേരളത്തിന്റെ തീരത്തേക്ക് എത്തി ഈ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആശങ്ക ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് ഇറങ്ങരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം അവർക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കള്ളക്കടലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് എങ്ങനെയുണ്ട്? കടലാക്രമണം ഉണ്ടോ? എന്താ അവസ്ഥ? ഇല്ല സാറേ, ഇവിടെ അങ്ങനെ ഒരു രൂക്ഷമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, വന്നിട്ടില്ല. എങ്കിലും ചെറിയൊരു ഇതുണ്ട്, കാണിക്കുന്നുണ്ട്. എന്നാലും കരയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യമായിരുന്നു. വലിയ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്നലെ വരെ ഒരു പ്രശ്നം. ഇന്നാണ് ഇച്ചിരി വ്യത്യാസമായിട്ട് കണ്ടു തുടങ്ങിയത്. എന്നാലും ഇന്നത്തെ എങ്ങനെയുണ്ട്? വലിയ രൂക്ഷതയുണ്ടോ? ഇല്ല, രൂക്ഷതയില്ല. ഇല്ല. കരയിൽ ഒരു കുഴപ്പമില്ല. ഇത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഒരു വലിയ പ്രശ്നം കൂടിയല്ലേ? ഇത്രയും അലർട്ട് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഈ ജോലി ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമല്ലേ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ തുടർച്ചയായിട്ട് ഈ കടലുമായി ബന്ധപ്പെട്ട് ഈ കള്ളക്കടലിലെ അല്ലെ വേറൊരു കടലിന്റെ പേരൊക്കെ ഇട്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ കടലിന്റെ പേര് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോരെന്ന് പറയും. അപ്പോൾ അന്നന്ന് കിട്ടിക്കഴിയുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഒന്നും നീക്കി വെക്കാനില്ല. പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ പണിക്ക് പോരെന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
ഗൗരവമായിട്ട് കടൽ വരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രം അവരെ പണിക്ക് വിടാതിരിക്കണം. അല്ലാതെ എന്തെങ്കിലും അനങ്ങി തിരിയുമ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ പോകരുത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഇപ്പോൾ ചില സമയങ്ങളിൽ 200 രൂപ വെച്ച് ഈ തൊഴിലിൻ്റെ വേതനമായിട്ടൊക്കെ വരുന്നുണ്ട്. അതൊരു പിന്നെ പാത്തമായ വഴിമുട്ടിക്കും. പിന്നെ ഈ കടലുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ നേരെ ഒരു 35 മീറ്റർ ഗ്യാപ്പുണ്ട് കടൽ. അതുകൊണ്ട് ഈ കരയെടുത്ത് പോകാൻ ഇപ്പോൾ ജൂണിൽ കടൽ വരുമ്പോൾ ഇവിടെ വളരെ രൂക്ഷത വരും. ഒരു 5-10 വീടിന് വരും. ഇവിടെ കടൽ ഭിത്തി നിർമ്മാണം എങ്ങനെയുണ്ട്? ഇവിടെ പിന്നെ ഇട്ടിട്ടില്ല. ഇടണമെന്നിപ്പോ ഇവിടുത്തെ സ്ഥലം എംഎൽഎ MP ഇപ്പൊ മത്സരിച്ച് MP എടുത്ത് ആവശ്യപ്പെട്ടാണ്. ഇവിടെ ഈ തെക്കുവശം ഒരു 85 മീറ്ററും ഇവിടെ 35 മീറ്ററും ഉണ്ട്. അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്തില്ല എങ്കിൽ ഇവിടെ വളരെ ഒരു ഈ പുന്നപ്ര വിയാനിപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം 1.5 കിലോമീറ്ററോളം വീതിക്ക് കടൽ കയറിയ പിന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കത്തില്ല. അതാണ് രഞ്ജിത്ത് ഇവർ പറയുന്നത്. എന്താ വെച്ചാല് തൊട്ട 2 ഭാഗങ്ങളിലും തെക്ക് വശവും വലതു ഭാഗവും ഒപ്പം തന്നെ വടക്ക് വശവും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കടൽ ഭിത്തി ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിൽ കടലാക്രമണം ഭയങ്കര രൂക്ഷമാകുന്നുണ്ട്. അത് നമ്മളെ ഒറ്റമശ്ശേരി അടക്കമുള്ള ഇടങ്ങളിലും കണ്ടതാണ്. അതായത് നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന ഇടഭാഗങ്ങൾ അത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ വലിയ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശം. ഈ ജൂൺ മാസത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം ഉണ്ടാവും. ഇവിടുന്ന് വിയാനിപ്പള്ളി തൊട്ട് തെക്കോട്ട് ഫിഷ്ലാൻഡ് സെന്റർ വരെയുള്ള കടൽഭിത്തി ഭാഗ്യമായിട്ട് നശിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി രൂക്ഷമായ പ്രതിസന്ധി നമുക്ക് ഇവിടെ ഇല്ല അല്ലെ? ഇവിടെ അത്ര ഇതില്ല. ചേട്ടാ, ഈ പല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെ ഈ സർക്കാർ പല നിർദ്ദേശങ്ങൾ തരുന്നു. നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്ന് പറയുന്നു. അങ്ങനെ എപ്പോഴും കാലാവസ്ഥ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണ്ട, അത്തരത്തിലൊരു സഹായം കൂടെ നല്ല ലഭ്യമാകേണ്ടതല്ലേ എപ്പോഴും പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. ഒരുപാട് ദിവസങ്ങളിൽ പണിക്ക് പോകാതൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ജീവിതം കഴിഞ്ഞു പോകണ്ടേ? അപ്പൊ അതിനെന്തെങ്കിലും സർക്കാർ തന്നെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു വീടുകളിലെ സാഹചര്യം എങ്ങനെയാണ്? കാര്യം വളരെ മോശം. ഇപ്പൊ പണിയില്ലായിരിക്കാൻ തുടങ്ങി. ഇപ്പൊ 2 മാസം അടുത്തായി ഇപ്പൊ പണിയില്ലായിരിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടെന്ന് ജീവിക്കാതിരിക്കാൻ പറ്റിയല്ലേ? അപ്പൊ അങ്ങനെ കഴിഞ്ഞു പോകാൻ വളരെ കഷ്ടത്തിലാണിപ്പോൾ ഓരോരുത്തരുടെ ജീവിതം. അതാണ് അവർ പറയുന്നത്. അവരുടെ ജീവിത സാഹചര്യം ഭയങ്കര മോശമാണ്. ഇപ്പൊ കള്ളക്കടൽ പ്രതിഭാസം വരുമ്പോൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന തിരമാലകൾ ഒരു ഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ അലേർട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോകാനും കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും കടലിന്റെ ഒരു ആ പേര് തന്നെ അങ്ങനെയാണല്ലോ, നമുക്കറിയാം. ആ ഒരു സ്വഭാവം മാറും, അത് പ്രശ്നമുണ്ടാകും. പക്ഷേ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവരുടെ ജീവിതം ഓരോ ദിവസവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം അത് ഏറ്റവും അധികം ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയാണ്. എന്താ അവസ്ഥ എന്നാ വീട്ടിലേക്ക് അവസ്ഥയൊക്കെ ജീവിച്ചു പോകുന്നതേ ഉള്ളു. പട്ടിണിയില്ലാതെയൊക്കെ പോകുന്നു. കാര്യം ഏതെങ്കിലും ഒരാളെങ്കിലും വേറൊരു മേഖലയിൽ പോകും പണിക്ക്. അങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ല ഈ മത്സ്യബന്ധനം കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റില്ല അല്ലേ? ഒരിക്കലും പറ്റില്ല. ഇപ്പൊ പിന്നെ ഇനിയിപ്പോ ഇത്ര ദിവസമായി ഇപ്പൊ പണിക്ക് പോയിട്ട് എത്ര ദിവസമായി? ഇപ്പൊ പണിക്ക് പോയിട്ട് ഒരാഴ്ചയല്ല ഇവിടെ പണി മുടങ്ങിട്ട്. ഒരാഴ്ചയായിട്ട് പണിക്ക് പോകാൻ പറ്റും. നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് അല്ലേ? അതാണ് അവരുടെ ഒരു കാര്യം വളരെ മോശമാണ്. കാരണം ഈ എപ്പോഴും പ്രശ്നങ്ങൾ, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം എഫക്ട് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളുടെയാണ്. അത് പക്ഷേ അത്തരത്തിലൊരു പാക്കേജുകളോ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സഹായങ്ങളോ ഒന്നും ഈ അലേർട്ടുകളുടെ ഭാഗമായോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ആലപ്പുഴയുടെ തീരങ്ങളിൽ കള്ളക്കടലിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ വീടുകളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഈ വറുതിയുടെ തീരം എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ ചൂട് അനുഭവപ്പെടുന്നു. മത്സ്യബന്ധനത്തിന് പോയാൽ മത്സ്യം ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല കരിമണലുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ കടലാക്രമണ ഭീഷണി, അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമായി ഉണ്ടാകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചുഴലിയുടെ അലയൊലികൾ ഇവിടേക്ക് എത്തുമെന്ന് പറയുമ്പോഴും അതിനേക്കാൾ വലിയ ആശങ്കകൾ ഇവരുടെ വീട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ
പുകയുന്ന മനസ്സും ജീവിതവും ഒക്കെയായി മുന്നോട്ട് പോകുന്ന മനുഷ്യർക്കിടയിലൂടെയാണ് ആലപ്പുഴയുടെ തീരം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് തന്നെ പറയാം. എന്തായാലും വലിയ തോതിൽ കള്ളക്കടൽ പ്രതിഭാസം വലിയ തോതിൽ പ്രശ്നം ആലപ്പുഴയിൽ സൃഷ്ടിച്ചിട്ടില്ല. തീരദേശ മേഖലകളോട് തീരത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന തൃക്കുന്നപ്പുഴ അടക്കമുള്ള മേഖലകളിൽ മണ്ണ് കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ടെട്രോപോഡുകളുടെ നിർമ്മാണം വേണമെന്ന് വളഞ്ഞവഴിയും തൃക്കുന്നപ്പുഴയും പല്ലനയും ഒക്കെ അടങ്ങുന്ന തീരദേശം വലിയ തോതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അവിടെ കടലാക്രമണം ഭീഷണി രൂക്ഷമാകുന്നതോടുകൂടി ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാത്ത മേഖലകളിൽ വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരത്തേക്ക് മണ്ണടിയുന്ന പ്രദേശങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രതിഷേധവുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്തെ തീരമേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, വെള്ളം കയറുന്ന പശ്ചാത്തലം വീടുകളിൽ സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്.